الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അറബ് മാസത്തിലെ 11ാം മാസമായ ദുൽഖഅദ് മാസത്തിലെ അവസാന 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദുൽഖഅദ് മാസത്തിന് പ്രത്യേകത ഇല്ലെങ്കിലും ഈ 10 ദിവസം കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസം ഏറെ പവിത്രമാക്കപ്പെട്ട മാസം തന്നെയാണ്. ഒട്ടേറെ നന്മകളും ഇബാദത്തുകളും നിർവഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പഠിപ്പിക്കപ്പെട്ടവർ കൂടിയാണ് സത്യവിശ്വാസികൾ. അതിൽ ഏറെ പവിത്രമായ വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഒരുപക്ഷെ എത്രയോ തവണ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നിർവഹിക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എങ്കിലും നമ്മുടെ ഈ സമൂഹത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ ഒട്ടേറെ ആളുകൾക്ക് ആശങ്കകളും സംശയങ്ങളും തീർന്നൊരവസ്ഥയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആളുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ സംവദിക്കുന്ന സമയത്ത് പലരും വിചാരിച്ചിട്ടുള്ളത് ഇത് വലിയ സമ്പന്നരായ ആളുകൾക്ക് മാത്രമാണ്. ഹജ്ജ് പോലെ, സക്കാത്ത് പോലെ വലിയ സ്വത്തുക്കളൊക്കെ ഉള്ള ആളുകൾ മാത്രമേ
ഉദ്ഹിയത്ത് നിർവഹിക്കേണ്ടതുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണ ആളുകൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകളാകട്ടെ ഉദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പത്തിന്റെ ആധിക്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള, തൻ്റെ പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു അവസരമായി ഒരു ഇബാദത്തിനെ അവർ മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റു ചില ആളുകളാകട്ടെ ആ ഒരു ഉളുഹിയത്തിന്റെ പണം എന്തിനാണ് ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഇല്ലാതാക്കുന്നത്, അത് ദാനമായി ആളുകൾക്ക് കൊടുക്കലല്ലേ നല്ലത് എന്നിങ്ങനെ കുറച്ചുകൂടി സോഷ്യലായിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വിഷയത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്? അത് കേവലം ഉളുഹിയത്തിന്റെ ഒരു പ്രാധാന്യം പറയുക എന്നുള്ളതല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം എന്താണ് ഈ ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് കേവലം ഒരു അറവ് നടത്തുക എന്നുള്ളതല്ല, മറിച്ച് അതിന് കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അവനിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കുന്നതിന് വേണ്ടി ആട്, മാട്, ഒട്ടകം, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ജീവിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പെരുന്നാൾ ദിവസം അറുക്കുന്നതിനാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തിൽ അറുക്കുന്നതിനാണ് ഉളുഹിയത്ത്. അതിന് കൃത്യമായ ദിവസമുണ്ട്, ഏതാണ് അറക്കേണ്ടതെന്നുണ്ട്, ആ അറവ് നടത്തേണ്ട വ്യക്തികൾ ആരാണെന്നുണ്ട്, ആ ഒരു അറവ് നടത്തുന്ന മൃഗത്തിന്റെ വയസ്സെത്രയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഉദൂഹിയത്തിന്റെ ചരിത്രം എന്താണെന്ന്. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രവാചകൻ, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ദുൽഖഅദ് മാസം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുഴുവൻ ചരിത്രങ്ങൾ പറയാനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു പ്രവാചകനായി ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു, പക്ഷേ കാലങ്ങളായിട്ടും മക്കളില്ലാത്തൊരവസ്ഥ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ. എത്രത്തോളം എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രായം അങ്ങേയറ്റത്തെത്തി. ആ സമയത്തും അദ്ദേഹത്തിന് മക്കളില്ലാത്തൊരവസ്ഥ. അദ്ദേഹം ഒരുപാട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് നീ മകനായി നൽകണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം കാലങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ല. പക്ഷേ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിനോട് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാ, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകശാലിയായ ഒരു മകനെ ഞാൻ അദ്ദേഹത്തിന് സന്തോഷമായി കൊണ്ട് അറിയിച്ചു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അള്ളാഹു മകനായി നൽകി. ആ വാപ്പയും മകനും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി. ഏകദേശം 10-13 വയസ്സായ സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതിലൂടെ ഒരു വഹി ഇട്ടുകൊടുക്കുകയാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ്, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ച് ജീവിക്കാനും ഒരുമിച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയ സമയം അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ച ഒരു സ്വപ്നത്തിലൂടെ കാര്യം പറയുകയാണ്. ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകന്റെ അടുത്ത് വരിക. വലിയ ഒരു ചരിത്രമാണ്. ഈ സ്വപ്നം കാണുന്നത് അദ്ദേഹം ഫലസ്തീനിൽ വെച്ചാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ സമയത്ത് മക്കയിലാണുള്ളത്, സൗദിയിലാണുള്ളത്.
ഫലസ്തീനിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കാണുകയാണ്, തൻ്റെ മകനെ അറുക്കണമെന്നുള്ള സ്വപ്നം. ഇതൊരു സ്വപ്നമല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കല്ലേ ചെയ്തത്. അദ്ദേഹം പുറപ്പെട്ടു, നേരെ മക്കയിലെത്തി, തൻ്റെ മകനെ ഒരുക്കാൻ വേണ്ടി പറഞ്ഞു. ഹാജറ ബീവി മകനെ ഒരുക്കി. എന്നിട്ട് മകനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാചകമുണ്ട്, അന്നീ അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സ്വപ്നത്തിൽ എനിക്ക് വഹയ നൽകിയിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? വാപ്പാന്റെ ചോദ്യമാണ്. ആ സമയത്ത് വാപ്പക്കൊത്ത മകൻ, ആ മകൻ പറയുന്ന വാചകമുണ്ട്, ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. എന്റെ പൊന്നാര വാപ്പ, എന്താണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത്, ആ കൽപ്പിച്ചത് നിങ്ങൾ അക്ഷരം പ്രതി ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാശാലികളിൽ ഉപ്പാ നിങ്ങൾക്ക് എന്നെ കാണാം. എത്ര സുന്ദരമാണ് ആ വാക്കുകൾ. വാപ്പ പറയാ മകനോട്, മകൻ അതിന് മറുപടിയും പറയാം. മകൻ പറഞ്ഞില്ല, വാപ്പ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ എത്ര വയസ്സ്, നിങ്ങൾക്ക് എത്ര പ്രായമായിട്ട് കിട്ടിയതാ എന്നെ സ്നേഹിച്ച് നിങ്ങൾക്ക് മതിയായോ? അതിനു വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും യാത്ര ചെയ്തു വന്നത്? എന്താ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തു. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ സ്വബർ കാണിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കാൻ കാരണം, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല, അത് അവർക്കുള്ള ഒരു വഹയാണ്. അതുകൊണ്ട് തന്നെ ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകന്റെ കൈ പിടിച്ചുകൊണ്ട് ചെന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. ആ രണ്ടു പേരും അല്ലാഹനെ അനുസരിച്ചിട്ട് മകനെ അവരുടെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിനെ കിടത്തി, കഴുത്തിൽ കത്തിവെച്ചു, എന്നിട്ട് അറുക്കാൻ നോക്കാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വനാദൈനാഹു ഐ ഇബ്രാഹിം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ, ഖദ് സദ്ദഖ്ത റുഅ്യ. ഇബ്രാഹിം, നീ നിന്റെ സ്വപ്നം പൂർത്തീകരിച്ചിട്ടുണ്ട്, നീ അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാ കദാലിക് നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും അപ്രകാരം നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നതാണ്. എന്നോട് എന്താ കൽപ്പിച്ചത് അത് നീ നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മാറ്റി അവിടെ ഒരു ആടിനെ അറുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഉളുഹിയ്യത്തിന്റെ ചരിത്രമെങ്കിൽ ഈ ഒരു ചരിത്രത്തിൽ വിശ്വാസികളായ നമുക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. കാരണം ആരുടെ ചരിത്രമാണ് ഈ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, അബീന ഇബ്രാഹിം, നമ്മുടെ വാപ്പയായ ഇബ്രാഹിം, മില്ലത അബീകും ഇബ്രാഹിം. എത്രയെത്ര വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മാർഗം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിന്റെ മാർഗം എങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ ഈ ഒരൊറ്റ സംഭവത്തിൽ പോലും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു വാപ്പ എന്ന നിലക്ക് മാത്രമല്ല, ഒരു മകൻ എന്ന നിലക്ക് മാത്രമല്ല, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം തന്നെ സൃഷ്ടാവിനോടുള്ള സമ്പൂർണമായ അനുസരണം, സമർപ്പണം എന്നുള്ളത്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വേറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇന്നതിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതിനേക്കാൾ വലുത് അല്ലാഹുവിനുള്ള ഇഷ്ടം, എന്നാൽ ഞാൻ റെഡി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ ഏകദേശം 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഇസ്മായിൽ നബിനാണ്. ഏതൊരു വാപ്പയും തൻ്റെ മക്കളെങ്ങനെ ചേർത്ത് നിൽക്കുന്ന സമയം, 10-13 വയസ്സെന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിച്ചിങ്ങനെ നടക്കുന്ന സമയ, ആ സമയത്ത് അല്ലാഹ് പറയണത് അറുക്കണം. അല്ലാഹ് പറഞ്ഞു എന്നാൽ നിനക്ക് ഇതിനപ്പുറത്തേക്കില്ല. അവിടെ നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മുടെ കുട്ടിനെ ഒരു 2-3 ദിവസത്തേക്ക് ഒരു ക്യാമ്പിന് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. എൻ്റെ കുട്ടി ഇല്ലാതെ 2 ദിവസം ഞാൻ എങ്ങനെ നിൽക്കും? നമ്മുടെ കുട്ടിയെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസം കിടത്തുമ്പോൾ നമ്മുടെ കൽബ് പടയും. അവൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീണിട്ട് അവന്റെ താടി പൊട്ടിക്കൊണ്ട് ചോരയൊലിപ്പിച്ച് വരുമ്പോൾ നമ്മുടെ കൈ പറക്കും.
എന്നാ പ്രിയപ്പെട്ടവരെ, സ്വന്തം വാപ്പാന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് അള്ള പറയാണ്, അല്ലെങ്കിൽ ആ ഒരു നിബന്ധനയെ അള്ള പറയണത് അറുക്കണം എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു ഞാനത് അനുസരിക്കാൻ സന്നദ്ധനാണെന്ന്. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ കുട്ടിൻ്റെ കാര്യത്തിൽ വേറൊന്നും വേണ്ട, രാവിലെ സുബൈക്ക് നമ്മളെ കുട്ടിനൊന്ന് വിളിക്കാൻ നമ്മൾ റെഡിയാവുന്നുണ്ട്. കുട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പറയാം, ഏയ് എൻ്റെ കുട്ടി ആ സമയത്ത് ഉറങ്ങിക്കോട്ടെ, ധാരാളമായിട്ട് പഠിക്കാനുണ്ട്, അവൻ ഇന്നലെ കുറെ നേരം ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത്, എന്തെല്ലാം നമ്മൾ പറയുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, സ്വന്തം മകനെ അറുക്കാനല്ല നമ്മളോട് പറഞ്ഞത്, ആ മക്കളെ ദീനിയായിട്ട് വളർത്താൻ വേണ്ടി പറഞ്ഞു. അതിന് നമ്മൾ സന്നദ്ധരാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു ചരിത്രത്തിൽ ഉത്തമനായ ഒരു മകന്റെ മാതൃക നമുക്ക് കാണാൻ പറ്റും. ഒരു വാപ്പണ്ട് പറയുമ്പോൾ അനുസരിക്കാൻ റെഡിയാക്കാം. എന്താ നിങ്ങൾ ചെയ്യണത്, നിങ്ങളോട് കൽപ്പിച്ചങ്ങൾ ചെയ്തോളൂ, ഞാൻ റെഡിയാ. അതൊരു മകന് പറയണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നമ്മൾ റോൾ മോഡലാവണം. ഇസ്മായിൽ നബിക്ക് അറിയാം എന്റെ വാപ്പ അല്ല പറഞ്ഞതിനപ്പുറത്തേക്ക് പോകൂല എന്നുള്ളത്. നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. അല്ല പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. അള്ളാന്റെ വാക്കുകൾക്ക് നമ്മൾ പുല്ലുവില കൊടുക്കുക, എന്നിട്ട് മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പരാതിയും പറയാം. അവിടെ ഓരോരുത്തരും പരിശോധിക്കുക, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ആശങ്കയുണ്ടോ എങ്കിൽ റബ്ബിനോട് നമ്മൾ അടുക്കണുണ്ടോ എന്ന് പരിശോധിക്കുക. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ പറഞ്ഞത്, നീ അള്ളാനോട് നിന്റെ മക്കൾ നിനക്ക് എതിരെ കാണിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം പരിശോധിക്കേണ്ടത് നിന്നെയാണ്. നീ സ്വന്തത്തിനൊന്ന് നോക്കിക്കോ, നിന്റെ അടുക്കൽ പോരായ്മണ്ടോ. അവിടെയാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ആപ്പാനോട് പറയാണ്, നിങ്ങളോട് എന്താ കൽപ്പിച്ചത് ചെയ്തോളി. അവിടെ ആ വാപ്പ റോൾ മോഡലാണ്. അതോടൊപ്പം തന്നെ വാപ്പ പറഞ്ഞത് അനുസരിക്കുന്ന നല്ല ഒരു മകനെയാണ് ഇസ്മായിൽ നബിയിൽ കാണാൻ കഴിയുക. പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, നമ്മുടെ ഉപ്പ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഏതൊരു മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നത്. എന്തു പറയുമ്പോഴും വാപ്പയെ ശത്രുവായി കാണുന്നവരുണ്ട്. പലപ്പോഴും ഒരു 10-11 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയും? ആ കുട്ടിൻ്റെ വാപ്പയായിരിക്കും. അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് പല ആളുകളും. ഇപ്പോഴും മനസ്സിലാക്കണില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ, ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ, ആ കുട്ടി 13 വയസ്സുള്ള കുട്ടിക്ക് ഏറ്റവും വെറുപ്പ് സ്വന്തം മാതാപിതാക്കളെയാണ്. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? അവരെ ഉപദേശിക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്നു, അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. എന്നാൽ ഈ ഇരിക്കുന്ന മക്കളോട് പറയട്ടെ, നമ്മുടെ വാപ്പ ദീനിയായ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട്, അല്ല പറഞ്ഞ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? ഹറാമായ ഒരു കാര്യത്തിന് വാപ്പ വിളിക്കുകയാണെങ്കിൽ ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറയാം. ശിർക്കായ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഇല്ല വരുന്നില്ലെന്ന് പറയാം. എന്നാൽ നമസ്കാരത്തിന് വേണ്ടി നമ്മുടെ വാപ്പ വിളിച്ചപ്പോ, ദീനിന്റെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോ അതിനൊക്കെ എതിര് പറയാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതോ തോന്നിവാസങ്ങളിലേക്ക് പോകുന്നു. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ പലപ്പോഴും ഈ ദീനിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുമ്പോൾ പിന്നെ അവിടേക്ക് കടന്നു വരുന്നത് മുഴുവൻ ലിബറലിസവും തോന്നിവാസവും മറ്റുള്ള ചിന്തകളും ഒക്കെ ആയിരിക്കും, യുക്തിവാദങ്ങളായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു വിഷയം, ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഭൗതികമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം, അതിൻ്റെ അമിത സ്നേഹത്തെ അറുത്തു മാറ്റുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം അവൻ ഏറ്റവും സ്നേഹമുള്ളതാണ്, സംശയമല്ല. അവൻ്റെ കുടുംബം ഏറ്റവും പ്രധാനം തന്നെയാണ്. പക്ഷേ സ്വന്തം കുടുംബമാണെങ്കിലും ശരി, അല്ല ഒരു കാര്യം പറയുമ്പോൾ അവിടെ കുടുംബം ഒരു ഭാഗത്ത്, അല്ല ഒരു ഭാഗത്ത്, എങ്കിൽ അള്ളാന്റെ നിയമത്തിനാണ് പ്രാധാന്യം, കുടുംബത്തിന്റെ വാക്കിനല്ല. അത് എന്ത് തന്നെയാണെങ്കിലും അത് കേവലം കുടുംബത്തിന്റെ വിഷയത്തിലല്ല, ഭൗതികമായിട്ട് എന്തെല്ലാം ഉണ്ടെങ്കിലും സമ്പത്തിന് എത്ര വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും, ഇനി വൈകുന്നേരം വേറെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതിനും പോകാൻ റെഡിയാണ്, കാരണം പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. എന്നാൽ അമിതമായ സാമ്പത്തിക താല്പര്യം ഒഴിവാക്കിക്കൊണ്ട് ഒരു വിശ്വാസി ഇറങ്ങണം. ശരിക്ക് ഉദൂഹിയത്തിന്റെ വിഷയമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ കഴുത്തിൽ കത്തിവെക്കാൻ പറഞ്ഞു? ഇല്ല. നമ്മുടെ മക്കളെ മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞു? ഇല്ല. പിന്നെ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ 1%
ചിലപ്പോൾ അത്രയും ഉണ്ടാവൂല. ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഷെയർ കൂടണം എന്നല്ലേ പറഞ്ഞു. നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്താ? പൈസ അല്ലേ? എവിടെ പൈസ? എവിടെ? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷവും ദുഹ്യത്തുണ്ടായിട്ടുണ്ട്, അതിന്റെ മുമ്പത്തെ വർഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജനിച്ച് നമുക്ക് പ്രായപൂർത്തിയെത്തി നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങിയിട്ട് 10, 20, 30 കൊല്ലം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഉദൂഹിയത്തിന്റെ പേജുകൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ബോർഡുകൾ വായിച്ചിട്ടുണ്ട്, ഖുതുബകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കും, ഇക്കാലം വരെ അതിനു വേണ്ടി സമ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട്? നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പന്നനായിരുന്നു. എന്താ നമ്മുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്? അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിട്ടാണ് നബി ജീവിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? 3 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നിട്ട് 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദൂഹിയത്ത് അറുത്തിട്ടുണ്ട്. എല്ലാ കൊല്ലം അറുത്തിട്ടുണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇത് അള്ളാഹ്ക്കുള്ള ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കുമ്പോൾ പൈസ എടുത്തു വെക്കാൻ കഴിയും. നമ്മുടെ കുട്ടിൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പൈസ നമ്മൾ മാറ്റിയേക്കൂലേ? നമ്മുടെ കുട്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൈസ നമ്മൾ മാറ്റിയേക്കൂലേ? കുട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്, അതൊരു കൊല്ലം കഴിഞ്ഞിട്ട് നടത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നമ്മൾ റെഡിയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സക്ക് വേണ്ടി 2 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ പറഞ്ഞാൽ സ്വരുക്കൂട്ടാൻ നമ്മൾ റെഡിയാണ്, മാറ്റിവെക്കാൻ നമ്മൾ റെഡിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആകെ ഒരു 8,000 അല്ലെങ്കിൽ 9,000 ഒക്കെയാണ് ഒരു കൊല്ലത്തിൽ നമുക്ക് വേണ്ടി വരും ഉദൂഹിയത്ത്. ഇക്കാലം വരെ നമുക്ക് കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ. എന്തെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ മനസ്സുകൊണ്ടെങ്കിലും പടച്ചോനെ എനിക്ക് അടുത്ത കൊല്ലെങ്കിലും ഇത് കൊടുക്കണം? ഇതെന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്? ഇത് എടുത്തിട്ട് നമ്മൾ തന്നെ കഴിക്കാനാ പറഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാംസമോ രക്തമോ ഒന്നും അള്ളാഹുലേക്ക് എത്തുകയേ ഇല്ല. പക്ഷെ അള്ളാഹുലേക്ക് എത്തുന്നുണ്ട് തഖ്വയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയുടെ മാംസമോ രക്തമോ അള്ളാഹിന്റെ അടുക്കൽ എത്തുന്നതേയല്ല. വലാകിൻ പക്ഷേ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്, സൂക്ഷ്മതയാണ് അള്ളാഹിന്റെ അടുക്കിലേക്ക് എത്തുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് നമ്മുടെ സമ്പത്തൊന്നും ആവശ്യമില്ലെങ്കിലും അള്ളാഹ് നമ്മളോട് പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് അറുക്കാൻ, അതിനുവേണ്ടി കുറച്ച് സ്വരുക്കൂട്ടാൻ, അതിനുവേണ്ടി പണമൊന്ന് മാറ്റിവെക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിന്റെ ഗൗരവമുള്ളത് കൊണ്ടാണ്, ഒരാളുടെ കയ്യിൽ പണം കിട്ടാനുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ പൈസ അല്ല, കിട്ടാനുണ്ട്, എന്നാൽ പോലും അവൻ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ഉദൂഹിയത്ത് അറുക്കണം എന്ന് പറഞ്ഞു. അത്ര ഗൗരവത്തിലാണ് എണ്ണി പറഞ്ഞു. എങ്കിൽ ഇത്ര കാലമായിട്ട് ആ ഒരു നന്മയുടെ വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കാം. 4ാമത്തെ വിഷയം, ഇതേ ചരിത്രത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. പിശാചിന്റെ ദുർബോധനങ്ങൾ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ പിടിച്ചു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാജറ ബീബി അടക്കം പിശാച് പിന്നാലെ നടന്നിട്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. വേണ്ട, അതൊരു സ്വപ്നമല്ലേ, എന്തിനാ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം, അതൊക്കെ ഒഴിവാക്ക്, ഈ കുട്ടിനെങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് ശേഷം കിട്ടിയത്, എന്നിട്ട് ഇപ്പോഴാണോ നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യേണ്ടതാണോ, എന്തെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെയും ദീനിന്റെ എന്ത് കാര്യം വരുമ്പോഴും ശൈത്താൻ ആദ്യം എന്തെന്നറിയോ, നമ്മളെ ഫഖ്ർ പറയുന്നു. അവനിങ്ങനെ തോന്നിപ്പിക്കും നമുക്ക്. ഫഖ്ർ പറയാം, ദാരിദ്ര്യം, ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിന് വരുമ്പോൾ എന്താ ചെയ്യാം, ആ പൈസ കൊടുക്കണ്ട. എന്ത് വരുമ്പോഴും ദീനിന്റെ എന്ത് കാര്യം വരികയാണെങ്കിലും ബാക്കിലേക്ക് ഇങ്ങനെ നിർത്തിച്ചു. പിശാചിന്റെ പ്രവർത്തനമാണ്. എങ്കിൽ ഇതേ പ്രവർത്തനം ഈ ഉദൂഹിയത്തിന്റെ വിഷയത്തിലുണ്ട്. നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചാലും ഉടനെ മനസ്സിലേക്ക് കിട്ടുകയില്ല. അല്ല, അടുത്ത മാസം മുതൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണം, യൂണിഫോം വാങ്ങണം, പുസ്തകങ്ങൾ വാങ്ങണം, എല്ലാം കൂടി എവിടെ പൈസ? പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു അതിന്റെ വഴികൾ കാണിച്ചു തരും.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാചകത്തിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹ് ഒരു പരീക്ഷണം നമുക്ക് നൽകുന്നുണ്ടോ, അതിന് ഉത്തമമായ പ്രതിഫലം പടച്ചോൻ തരും. ഉറപ്പാണ്, അത് പടച്ചോന്റെ തീരുമാനം. അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുകയാണോ, അതിന് ഇരട്ടിക്കിരട്ടിയായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എത്ര തവണയെ പറഞ്ഞിട്ടുണ്ട്, ഇരട്ടിക്കിരട്ടി നിങ്ങൾക്ക് തരുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ ഒരു ഉളുഹിയ്യത്തിൻ്റെ വിഷയത്തിൽ ചില അഹ്കാമുകൾ കൂടി, ചില വിധിപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉളുഹിയ്യത്ത് അറുക്കുക എന്നത് രണ്ട് അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം നിർബന്ധമായ കാര്യമാണ്. നിർബന്ധമാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. അവിടെ അള്ളാഹു പ്രയോഗിച്ചത് സ്വല്ലി വൻഹർ. രണ്ടും കൽപ്പനാക്രിയയാണ്, കമാൻഡിങ് ആണ്. അള്ളാഹ് കൽപ്പിക്കണം. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ അത് നിർബന്ധമായി. അതാണ് ഒരു അസ്ൽ. ആ വിഷയത്തിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരു മനുഷ്യന് ബലിയറുക്കാനുള്ള സൗകര്യമുണ്ട്, അവന് സാമ്പത്തികമായി കഴിവൊക്കെ ഉണ്ട്, എന്നിട്ടും അവൻ അത് അറുക്കുന്നില്ലെങ്കിൽ ഫലം യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട. ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അവൻ അറുക്കണില്ലെങ്കിൽ അവൻ പിന്നെ ഈദ് മുസല്ലയിലേക്ക്, ഈദ് നമസ്കാരത്തിലേക്ക് വരേണ്ടതില്ല. ഈ വാചകമാണ് പണ്ഡിതന്മാർ ഉളുഹിയ്യത്ത് നിർബന്ധമാണ്, ഫറളാണ് എന്ന് പറയാൻ തെളിവെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം, സുന്നത്തുൻ മുഅക്കദ, പ്രബലമായ സുന്നത്ത്, വളരെ പുണ്യം കിട്ടുന്ന കാര്യം. ഭൂരിഭാഗം പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജയുടെ ആ ഒരു അമ്പിളി നിങ്ങൾ കാണുകയാണെങ്കിൽ, മാസം കാണുകയാണെങ്കിൽ, വ അറാദ അഹദുക്കും അയ്യുദഹി, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വ അൾഫാരിഹി, അവൻ അവന്റെ മുടിയും അവന്റെ നഖമൊക്കെ എന്ത് ചെയ്യട്ടെ, അവൻ പിടിച്ചു വെക്കട്ടെ. അതിന് മുമ്പ് തന്നെ അത് എല്ലാ കാര്യങ്ങളും, മുടി വെട്ടാനോ നഖം മുറിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ചെയ്യട്ടെ. ഈ ഒരു വാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർബന്ധ കൽപ്പനയായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അഭിപ്രായം ഇതൊരു പ്രബലമായ സുന്നത്താണ് എന്ന നിലക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഫറളാണെങ്കിലും സുന്നത്തുൻ മുഅക്കദയാണെങ്കിലും എന്തായാലും പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല. ഇത് വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന വിഷയത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ടാണ് ഇതിന്റെ വിഷയത്തിൽ ഒരുപാട് നിബന്ധനകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സുന്നത്തായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അതിലുള്ള ആ ഒരു ഉളുഹിയ്യത്തിന്റെ ഉരുക്കളെ കുറിച്ച്, അതിന്റെ വയസ്സിനെ കുറിച്ച് എല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും, ഒട്ടകമാണ് ഒരാൾ അറുക്കുന്നതെങ്കിൽ ആ ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം. മാട് പോലുള്ളതാണെങ്കിൽ, പോത്തു പോലുള്ളതാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം. അത് നെയ്യാടാണെങ്കിലോ അത് 6 മാസം മതിയാകുമെന്ന നിലക്കും ചില കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കാണുവാൻ സാധിക്കും. അവിടെ കൃത്യമായ പ്രായങ്ങൾ പറഞ്ഞു. ഇനി ആ ഒരു വാങ്ങുന്ന ഉരുവിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയുള്ളതായിരിക്കണം, വ്യക്തമായ ഇല്ലാത്തതായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയും. ഇനിയോ ഒരാളെ സംബന്ധിച്ചിടത്തോളം പങ്കാളിത്തം, ഷെയർ കൂടുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലും ആ പ്രയോഗം നടത്താറുണ്ട്, ഷെയർ, ഒരു ഷെയറിന് എത്ര എന്ന് പറയും. ആടാണെങ്കിൽ ഷെയർ ഇല്ല, ഒരൊറ്റ ആൾ, ഒരു വ്യക്തിക്ക് ഒരാട് എന്നുള്ള നിരക്ക്. ഒരു വ്യക്തിയാണ്, അയാൾ ഒരു ആടിനെ വാങ്ങിയിട്ട് അയാൾക്ക് അറുക്കുക, പ്രശ്നമല്ല.
അയാൾ അറുക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെലവിന് കൊടുക്കുന്ന ആളുകൾ, അയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അത് മതി. എല്ലാവരും കൂടി അറുക്കണമെന്നില്ല, ഒരാൾക്ക് മതി. എന്നാൽ ഷെയർ കൂടാണെങ്കിലോ അത് 7 ആള് വരെ അതിൽ പങ്കാളിയാകാം. 7 ആളുകൾ വരെ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ചില ആളുകൾ ഇങ്ങനെ ഞാനും വാപ്പയും കൂടി ഒരു ഷെയർ, ഞങ്ങൾ 3 ആളും കൂടി ഒരു ഷെയർ, അത് പറ്റില്ല. ഒരു വ്യക്തി ആയിരിക്കണം ഒരു ഷെയർ, ഒരു വ്യക്തി. ആ വ്യക്തി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യ വേറൊരു ഷെയർ കൂടേണ്ടതില്ല. ഇനി അവളുടെ കയ്യിൽ സമ്പത്തുണ്ടോ അവൾക്ക് കൂടാം, വാപ്പാന്റെ കയ്യിൽ സമ്പത്തുണ്ടോ വാപ്പാക്ക് കൂടാം, പ്രശ്നമല്ല. അതല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ മതിയായതാണ്. ചില പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കോമ്പൗണ്ടിലാണുള്ളത്, എൻ്റെ അനിയന്റെ വീടും ജ്യേഷ്ഠന്റെ വീടും വാപ്പാന്റെ വീടും എല്ലാം ഒന്നാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷെയർ കൂടിയാൽ മതിയോ? പോരാ. അവിടെ വ്യത്യസ്തമാണ്. കാരണം ഓരോരുത്തരും ഓരോ വീടാണ്. എങ്കിൽ ഒരു വീട്ടിൽ ഇപ്പൊ ഞാനൊരു വാപ്പയാണെങ്കിൽ ഞാൻ അറുത്താൽ തന്നെ മതി, ഞാനൊരു ഷെയർ കൂടിയാൽ എനിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും അത് മതി. എന്നാൽ വാപ്പ വേറൊരു വീട്ടിലാണെങ്കിൽ വാപ്പ വേറെ തന്നെ കൂടണം. ഇനി വാപ്പാന്റെ കയ്യിൽ പണമില്ലേ, എനിക്കതിൽ ദാനമായിട്ട് വാപ്പാക്ക് സമ്പത്തായിട്ട് എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാം, കുഴപ്പമില്ല. ആ ഷെയർ കൂടുക എന്നുള്ളതല്ല, വാപ്പാക്ക് എൻ്റെ ഹദിയ ആയിക്കൊണ്ടോ മറ്റൊക്കെ കൊടുക്കാം. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു വലിയ ഒരു പിഴവുണ്ട്. ചില ആളുകളൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉത്തരവാദിത്തം, പിന്നെ എൻ്റെ വീട്ടിലേക്ക് കറക്റ്റ് ആ ഒരു മാംസം അങ്ങനെ എത്തണം എന്നുള്ളത് മാത്രം. അല്ല പ്രിയപ്പെട്ടവരെ, അതല്ല ശരിക്കുള്ളത്. ഏറ്റവും ഉത്തമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണം കൊടുത്ത് ഒരു ഉരുവിനെ വാങ്ങി അതിനെ നോക്കി വളർത്തി എന്നിട്ട് പിന്നെ ആ ഒരു അറവിന്റെ ദിവസം അതിനെ അറുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഖൈർ. എന്നാൽ ഒരു പക്ഷേ നമുക്കെല്ലാം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി കൊണ്ട് ചില തടസ്സങ്ങൾ ഉണ്ടാവാം. ആ ഉരുവിനെ നോക്കുന്ന വിഷയത്തിലും അതിന് വെള്ളം കൊടുക്കുന്ന വിഷയത്തിലും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ. എന്നാൽ അവിടെയാണ് നമ്മൾ ഷെയർ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ ഏൽപ്പിച്ചു, പക്ഷെ അവിടെ അറവിന്റെ സമയത്തും നമ്മളില്ല, അത് കൊടുക്കുന്ന സമയത്തും നമ്മളില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തുക, പൈസ കൊടുക്കുക എന്നിട്ട് വീട്ടിലേക്ക് എത്തുക, ആ ഒരു സിസ്റ്റം നമ്മൾ ഒഴിവാക്കണം. അത് ഹറാമാണെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മളതിൽ പങ്കാളിയാവണം. നമ്മൾ അറിയണം, ഇന്ന ഉരുവാണ് എൻ്റെ ഷെയർ, ഇതാണ് ഇന്ന ഷെയർ, അത് ഇന്നാളുടേതാണ്. അത് കൃത്യമായിട്ട് അറിയണം അയാൾക്ക്, അത് കൃത്യമായി നോക്കണം. ഇടയ്ക്കൊക്കെ അതിനെ പോയി കാണണം, പറ്റുമെങ്കിൽ അതിനൊന്ന് തലോടണം, പറ്റുമെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു നീറ്റിലുണ്ടാവുക. മറ്റേതിങ്ങനെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ഇങ്ങനെ ബീഫ് വാങ്ങാറുണ്ട്, ആ രൂപത്തിൽ ഇങ്ങനെ പെരുന്നാളിൻ്റെ അന്നും കിട്ടുന്നു, ഞാൻ പൈസ കൊടുത്തു അതിൻ്റെ ഒരു ഓഹരി എനിക്ക് കിട്ടുന്നു. അതല്ല, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു ആത്മബന്ധം ഉണ്ടാകുന്ന രൂപത്തിൽ, ഒരു ബന്ധമുണ്ടാകുന്ന രൂപത്തിലേക്ക് പോകണം. ഇനി അവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വീതം വെക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഷെയറിൽ അയാൾക്ക് കിട്ടിയതിൽ അയാൾക്ക് 3 ഭാഗമാക്കി. അയാളുടെ ഓഹരിയെ 3 ഭാഗം. ഒന്ന് അയാൾക്കുള്ളത് തന്നെയാണ്, അയാൾക്ക് ഉപയോഗിക്കാം, അത് വലിയ സുന്നത്തുള്ള കാര്യമാണ്, അയാൾക്ക് എടുക്കുക എന്നുള്ളത്. മറ്റൊന്ന് അയാൾ ഹദിയയായിട്ട് കൊടുക്കുക, അയാളുടെ അയൽവാസികളോ കുടുംബക്കാരോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഹദിയയായിട്ട് കൊടുക്കാം, സമ്മാനമായിട്ട് കൊടുക്കാം, അതാണ് ഹദിയ. മൂന്നാമത്തേത് പാവങ്ങളായ ആളുകൾ കൊടുക്കുക. ഇങ്ങനെയാണ് 3 ഓഹരികൾ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വേറെ ചില ആളുകൾ ഇതൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന സിസ്റ്റം ശരിയല്ല. എന്നാൽ വേറെ ചില ആളുകളാവട്ടെ കിട്ടിയത് മുഴുവൻ എടുത്തു വെച്ച് അതിങ്ങനെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കും, ആർക്കും കൊടുക്കാതിരിക്കുക, അതെന്തായാലും ശരിയല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് നന്മകളിൽപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വിധിപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരാകത്തുക ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ ഒരുപാട് നിബന്ധനകളും നിർബന്ധങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത്രയും പുണ്യമുള്ള ഒരു കാര്യം ഞാനത് നഷ്ടപ്പെടുത്തണോ വേണ്ടേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ കാലമായി നമ്മളിതിൻ്റെയൊക്കെ ദീനിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഈ കാലം വരെ ഇതിൻ്റെ ഒരു പുണ്യം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കിട്ടുന്ന പുണ്യം ഒറ്റക്ക് ഒരു ഉരുവിനെ വാങ്ങാൻ കഴിയോ എങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അയാൾ ഷെയർ കൂടല്ല വേണ്ടേ, അയാൾ ഒറ്റക്ക് തന്നെ ഇറക്കാൻ വേണ്ടി. അല്ല, സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ഷെയർ കൂടാ. അത് 7 വരെ, 7 തന്നെ ആവണമെന്നില്ല. ഇനി 5 ആൾ കൂടിയോ എങ്കിൽ 5 ആൾ കൂടിയിട്ട് അതിനനുസരിച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 3 ആളാണ് കൂടിയിട്ടുള്ളത് എങ്കിൽ 3 ആൾ കൂടിയിട്ട് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ ഇത്രയും വലിയ പുണ്യം പറയുമ്പോഴും ചില ആളുകൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കണം, ഈ ദീനിനെ കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കണം എന്ന ഉദ്ദേശത്തിൽ ചില ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേ എന്തിനാ ഈ ഉരുക്കളൊക്കെ വാങ്ങേണ്ട ആവശ്യം? ആ പൈസ എടുത്തിട്ട് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു,
ആ ഒരു കുട്ടിന് കല്യാണം നടത്തിക്കൂടെ? ഇന്ന ആളുടെ രോഗത്തിന് അയാളുടെ ചികിത്സക്ക് വേണ്ടി കൊടുത്തൂടെ? തീർച്ചയായും വീട് വെക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. വീടുണ്ടാക്കാൻ സഹായിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ചികിത്സക്ക് വേണ്ടി സഹായിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. അതിലൊന്നും സംശയമല്ല. പക്ഷേ ഈ പണം തന്നെ എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയല്ല പറയുന്നത്. സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നത് മാത്രമേ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദാനധർമ്മത്തിന്റെ കാര്യം ആയത്തും ഹദീസും വെച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ധർമ്മം ചെയ്യുന്നവർ തന്നെയാണ് ഈ ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾ. കാരണം അതൊക്കെ പ്രതിഫലം പരലോകത്ത് കിട്ടും എന്നുള്ള വിശ്വാസമുള്ളവരാണ്. എങ്കിൽ ഈ പൈസ എടുത്തിട്ട് ധർമ്മം ചെയ്യണം എന്നല്ല, അത് വേറെ തന്നെ പോകും, അത് വേറെ തന്നെ കൊടുക്കുക, ഇത് വേറെ തന്നെ വേറെ നടക്കും. ഈ രൂപത്തിൽ നന്മകളിലേക്ക് നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ ദ സോൾമേറ്റ്. Peace Radio. Tune to reality.